നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയ്ക്ക് ശക്തമായ തിരിച്ചടി. റഷ്യൻ അതിർത്തിക്കുള്ളിലെ കുർസ്ക് മേഖലയിൽ ഈ മാസം 6-ന് തുടങ്ങിയ കരയധിനിവേശം യുക്രൈൻ സൈന്യം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചു. ബെൽഗൊരോദ് മേഖലയിൽ യുക്രൈൻ കരസേന എത്തി. ഇതോടെ ബുധനാഴ്ച ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുർസ്കിലും ബെൽഗൊരോദിലും നിന്നായി 1.3 ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചു. ഉക്രൈന്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും വീടുകൾ തകർന്നെന്നും സ്ഥിതി ഗുരുതരമാണെന്നും ബെൽഗൊരോദ് ഗവർണർ വ്യാചെസ്ലാവ് ഗാഡ്ക്ലോവ് പറഞ്ഞു. 5000 കുട്ടികളെ സുരക്ഷിതരായി ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചെന്നും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് 11,000 പേർ പലായനം ചെയ്തിരുന്നു. റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കുർസ്കിൽ നിന്ന് യുക്രൈനിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് നിർത്താൻ റഷ്യയെ നിർബന്ധിതരാക്കുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യുക്രൈൻ വിദേശകാര്യ വക്താവ് പറഞ്ഞു. 2022-ൽ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് റഷ്യൻ മണ്ണിൽ യുക്രൈൻ സൈന്യം കടക്കുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും 1000-ലേറെ യുക്രൈൻ സൈനികർ അതിൽ പങ്കാളികളായിട്ടുണ്ടാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ശനിയാഴ്ച കുർസ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കുർസ്ക് മേഖലയിലെ 74ഓളം ജനവാസ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തെന്നും റഷ്യയുടെ 1000 ചതുരശ്ര കിലോമീറ്റർ അതിർത്തി പ്രദേശം പിടിച്ചെടുത്തെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു. യുക്രൈൻ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ബ്രയാൻസ്ക്, ബെൽഗൊരോദ്, കുർസ്ക് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇന്ത്യൻ പൗരർക്ക് മോസ്കോയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഗാസയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത എത്തുന്നു. അച്ഛൻ ജനന സർട്ടിഫിക്കറ്റിന് പോയപ്പോൾ വ്യോമാക്രമണം. ഗാസയിൽ 4 ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികൾ കൊല്ലപ്പെട്ടു. ആ ഫോൺ വിളി എത്തുന്നതുവരെ ആഹ്ലാദത്തിലായിരുന്നു മുഹമ്മദ് അബു അൽ ഗുംസാൻ. യുദ്ധക്കെടുതികളിൽ നീറുമ്പോഴും വീട് വിട്ട് മറ്റൊരിടത്ത് അഭയം തേടുമ്പോഴും നിരാശയിലാണ്ട ജീവിതം ഇരട്ടിയായി തിളങ്ങാൻ തുടങ്ങിയിരുന്നു. 4 ദിവസം മുമ്പ് അസർ, ഐസൽ എന്നീ ഇരട്ടക്കുട്ടികൾ പിറന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഗുംസാനും കുടുംബവും. കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയപ്പോഴാണ് അയൽപക്കത്തിൽ നിന്ന് ഫോൺ വിളിയെത്തിയത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഭാര്യയും ഇരട്ടക്കുട്ടികളും ഭാര്യയും മാതാവും കൊല്ലപ്പെട്ടെന്ന് അറിഞ്ഞതും ഗുംസാന്റെ ശരീരം വിറച്ചു. കൈകളിൽ അപ്പോഴും ആ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കുഞ്ഞുങ്ങളെ മോർച്ചറിയിലേക്ക് എത്തിച്ചപ്പോൾ ഗുംസാൻ വാവിട്ട് കരഞ്ഞു. പ്രാർത്ഥനകൾക്കിടെ ആ കുഞ്ഞുങ്ങൾ ആദ്യമായി കാറിൽ കയറി. അത് ഖബറിടത്തേക്കുള്ളതായിരുന്നു. മനസ്സ് മരവിച്ച് ഗാസ നിത്യവും കാണുന്ന മറ്റൊരു കണ്ണീർ ചിത്രമായി ഇത് മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.